പള്ളിവാസൽ രണ്ടാം മൈലിൽ വിനോദസഞ്ചാരത്തിനായെത്തിയ യുവാക്കൾ ജീപ്പ് ഡ്രൈവറെയും സുഹൃത്തിനെയും മർദ്ദിച്ചതായി പരാതി. വണ്ടിയുടെ ബോണറ്റിൽ കയറി നിന്നത് ചോദ്യം ചെയ്തതാണ് കൊല്ലം സ്വദേശികളായ യുവാക്കളെ പ്രകോപിതരാക്കിയത്. വിനോദസഞ്ചാരികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ പള്ളിവാസൽ സ്വദേശി വസന്തിനെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിവാസൽ രണ്ടാം മൈലിന് സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ വിനോദസഞ്ചാരികൾ ജീപ്പ് ഡ്രൈവറെയും സുഹൃത്തിനെയും അകാരണമായി മർദ്ദിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വണ്ടിയുടെ ബോണറ്റിൽ കയറി നിന്നത് ചോദ്യം ചെയ്തതാണ് മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ പ്രകോപിതരാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ജീപ്പ് ഡ്രൈവറായ ആനന്ദിനെയും സുഹൃത്ത് വസന്തിനെയുമാണ് സംഘം മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പള്ളിവാസൽ സ്വദേശി വസന്തിനെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഘത്തിലെ ചിലർ ജീപ്പിന് മുന്നിൽ നിന്ന് ഫോട്ടോയെടുക്കുകയും തുടർന്ന് ബോണറ്റിന് മുകളിൽ കയറുകയും ചെയ്തു. വണ്ടിയുടെ മുകളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രൈവറായ ആനന്ദ് വിലക്കി. എന്നാൽ ആനന്ദ് മാറിയ തക്കത്തിന് 2-3 പേർ ബോണറ്റിൽ കയറി. തിരികെ വന്ന ആനന്ദ് ഇത് ചോദ്യം ചെയ്തതാണ് യുവാക്കളെ പ്രകോപിതരാക്കിയത്. വാക്കുതർക്കത്തിന് പിന്നാലെ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും തന്നെ മർദ്ദിച്ചത് ചോദ്യം ചെയ്ത സുഹൃത്ത് വസന്തിനെ കമ്പി വടികൊണ്ട് തലയ്ക്ക് അടിക്കുകയും ചെയ്തുവെന്ന് ആനന്ദ് പറയുന്നു. ബോണറ്റ് കയറി ഫോട്ടോ എടുക്കും. ഞാൻ പറഞ്ഞു ബോണറ്റ് കയറി ഇരിക്കാൻ പാടെന്ന് പറഞ്ഞ് അവന് പിടിച്ച് ഇറക്കില്ല. ബോണ്ടിന്ന് ഇറക്കിയപ്പോൾ അവൻ അപ്പം തന്നെ എന്തിനാ എന്റെ മേത്ത് കൈവച്ചേ, ബോണ്ടിന്ന് എന്തിനാ എന്റെ ബോണറ്റ് കയറാൻ പാടില്ലേ. ഞാൻ പറഞ്ഞു ബോണറ്റ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ച് തള്ളിയിട്ട് വണ്ടിയുടെ പുറകെ പോയിട്ട് എന്നെ ഇവിടെ ചെവിയിലൊക്കെ അടിച്ചിട്ട് തലയിലൊക്കെ അടിച്ച് ഭയങ്കര വേദനയൊക്കെ ഇവിടെയൊക്കെ അടിച്ചിട്ട് അവനൊക്കെ അതൊന്നും കയറാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയ വണ്ടിയാണൊക്കെ പറഞ്ഞ് കുറേ തിരിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയുടെ മേത്ത് കയറാൻ പാടില്ല, ഇതുവരെ നമ്മുടെ കേസിനൊക്കെ അവിടെ വണ്ടിയുടെ മേത്ത് കയറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറേ പിള്ളേർ അവർ 10-20 പേർ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടിയുടെ പുറകെ പോയിട്ട് നമ്മൾ വീണ്ടും തല്ലി ഉണ്ടായി. പിന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും വന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നവരോട് എല്ലായിടത്തും അടിക്കാൻ വന്നത് എല്ലായിടത്തും തല്ലിയാണ്. ചോദിക്കുന്നവർക്ക് തല്ലാൻ വന്നത്. അവരുടെ കയ്യിൽ കുറെ കാപ്പൊക്കെ വളയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓർത്തന്റെ കയ്യിൽ കമ്പി ഒടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻപുടിനൊക്കെ തലയിലൊക്കെ അടിച്ച് ഇപ്പൊ കാണാവലൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റാൻഡിൽ വന്ന് വണ്ടി നിർത്തിയപ്പോൾ ഇവർ ബോണറ്റ് കയറി ഫോട്ടോ എടുത്താലും നമ്മൾ ബോണറ്റ് കയറി ഫോട്ടോ എടുക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞത് തെറ്റ്. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ എല്ലാം പറഞ്ഞത് നമ്മുടെ മറ്റേ തെറ്റ്, നമ്മളെല്ലാം അവരെ അടിച്ചെന്നൊക്കെ തല്ലിന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു. 10-20 പേരുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ തല്ലിയത്, എല്ലാവരും ഇങ്ങോട്ട് തല്ലിയത്. നമ്മൾ ഒറ്റയ്ക്ക് അവന്മാരെ തല്ലാൻ പറ്റില്ല. നമ്മൾ ആരെയും തല്ലിയിട്ടില്ല. ബോണറ്റ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞതിന് എന്നെ ഇട്ടിട്ട് അവരിട്ട് വണ്ടിയുടെ പുറകെ ഇട്ടിട്ട് എന്നെ ഇട്ടിട്ട് അടിച്ചതാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും യുവാക്കൾ ഇവർക്ക് നേരെയും തിരിഞ്ഞു. ഇവരുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. മർദ്ദനമേറ്റ വസന്ത് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.